കണ്ടിട്ട് കുറയില്ലേ. വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് യൂട്യൂബേഴ്സ്. യു വാച്ചിങ് രാകേഷ് ഫ്രീക്വൻസി അനലൈസർ. ഒരു പ്രത്യേക തരത്തിലുള്ള യാത്രയിലേക്കാണ്. യാത്രകൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രത്യേക തരത്തിലുള്ള യാത്രയാണെന്ന് പറയാൻ കാരണം, ഇങ്ങനെ ഒരു യാത്ര ഞാൻ മുന്നേ ചെയ്തിട്ടില്ല. 4 ദിവസങ്ങളിലായിട്ട് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഞാൻ പോയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ, അതൊക്കെയാണ് ഞാനിവിടെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പഴംപൊരി കഴിച്ച ശേഷം നേരെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക്. നമ്മളിപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലൂടെ നടക്കുകയാണ്. കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ള റെയിൽവേ റൂട്ടുകളിൽ ഒന്നാണ് ഇവിടെ നിന്ന് തുടങ്ങുന്ന ഈ യാത്ര. വല്യച്ഛൻ കുട്ടിക്കാലത്തെ സമ്മർ വെക്കേഷനിൽ എന്നെയും അപ്പോപ്പയെയും കൂട്ടിക്കൊണ്ടുപോകും. എങ്ങോട്ടാണെന്നറിയോ? വല്യച്ഛൻ്റെ സ്ഥലത്തേക്ക്. തമിഴ്നാട്ടിലാണ്. മഴക്കാലത്ത് ട്രെയിനിൽ കയറി പഴംപൊരിയും പരിപ്പുവടയും ചായയും കഴിക്കുന്നതിൻ്റെ സ്വാദൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. ഒരു നൊസ്റ്റാൾജികത. സ്റ്റേഷനുകൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു. പക്ഷേ എല്ലാ സ്റ്റേഷൻ്റെയും വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഞാൻ നിന്നില്ല. കാരണം പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുക എന്നതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. അല്ലെങ്കിൽ യാത്ര ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രഥമ ഉദ്ദേശങ്ങളിൽ ഒന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. വാളയാർ റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ വാളയാർ ചെക്ക് പോസ്റ്റോ. കേരളവും തമിഴ്നാടും ഏറ്റവും കൂടുതൽ വ്യാപാര ശൃംഖലകളിലൂടെയുള്ള വാഹനങ്ങൾ പോകുന്ന ഒരിടമാണ് ഈ വാളയാർ എന്ന പ്രസിദ്ധമായ സ്ഥലം. കുട്ടിക്കാലത്ത് വളരെയധികം സമയം ചെലവഴിച്ച റെയിൽവേ സ്റ്റേഷനാണ് ബോധനൂർ റെയിൽവേ സ്റ്റേഷൻ. അന്ന് പഴയ ചെറിയ ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നുവെങ്കിൽ ഇന്ന് വലിയ ഒരു ജംഗ്ഷൻ കൂടിയാണ്. മാത്രമല്ല വളരെയധികം ഡെവലപ്മെൻറ്റും ഇവിടെ വന്നിട്ടുണ്ട്. മാസങ്ങൾക്ക് ശേഷം ബോധനൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെയാണ് പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം നമ്പർ 1. നാളെ മുതൽ വലിയ കുറേ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളത് സർപ്രൈസായിട്ട് വെച്ചിരിക്കുകയാണ്. ബുധൻ, വ്യാഴം, വെള്ളി 3 ദിവസങ്ങൾ ഗംഭീരമായ കുറച്ച് യാത്രകളും വിശേഷങ്ങളും അനുഭവങ്ങളുമായി ഞാൻ പോകണം. ഒരു മിനിറ്റാ, ഇതെങ്ങനെ കടിച്ചാലേ. ഗുരുവായൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അവിടെ അങ്ങനെ ക്യൂ നിന്നിട്ട് നല്ല വെയിലും കൊണ്ടങ്ങനെ നിന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ അതെ, എന്തിനാണ് വെറുതെ മുമ്പ് ചേർന്നതെന്ന്. ഇതുവരെ എത്ര ഡിഗ്രി ഉണ്ടാവും? 10-12, ഒരു 17-18 ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇതൊക്കെ ആ ന്യൂനമർദ്ദത്തിന്റെ കാരണല്ലേ? ആ, ചെന്നൈയിൽ മഴയാണോ? അത് ശരി.
സുനി ചേച്ചിയെയും വിനോദേട്ടനെയും കണ്ട ശേഷം കുറേ സംസാരിച്ച ശേഷം രാത്രി ഞാൻ ഈ സ്റ്റേഷനിൽ വന്നിറങ്ങി. എന്തിനാണെന്നറിയോ? എൻ്റെ അടുത്ത യാത്രയ്ക്കുള്ള ട്രെയിൻ പിടിക്കാൻ വേണ്ടി. ഇത്രയധികം ട്രെയിൻ യാത്രകൾ ചെയ്ത എനിക്ക് പറ്റിയ അബദ്ധങ്ങളിൽ ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഈ കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ കയറിയ ഉടനെ നടന്നത്. ഓഹോ, കറണ്ടും പോയാ. കോച്ച് മാറി കയറി. എൻ്റെ സീറ്റ് നമ്പർ 9 ആയിരുന്നു. പക്ഷേ S4 പകരം S3 കയറി അവിടെ കിടന്നിരുന്ന ഒരാളെ ഞാൻ എണീപ്പിച്ച് വിട്ടു. ഭാഗ്യത്തിന് എൻ്റെ സീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ടിയും വന്നില്ല. പിറ്റേ ദിവസം അതിരാവിലെ ഞാൻ പല്ലു തേക്കുന്നത് നമ്മുടെ സ്വന്തം ഓൺ ആൻഡ് ഓൺ ഹെർബൽ ടൂത്ത് പേസ്റ്റ്. ഗുരുവായൂരിൽ നിന്നും തുടങ്ങി തിരുച്ചിറപ്പള്ളി വരെയുള്ള യാത്രയുടെ ഒരു വീഡിയോ ആണ് ഇത്. ഇതിൽ മറ്റൊന്നും കാണിക്കാനുണ്ടായിരുന്നില്ല. എന്നാൽ ഈ രാവിലെ മുതൽ അടുത്ത രാത്രി വരെ കുറേയധികം കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. 4K ആണ്. കാണുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയറും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.